നിതാസ് ഓഡിയോ ബുക്സിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. കഥയുടെ പേര് പണ്ഡിതനും വഞ്ചിക്കാരനും. ഒരിക്കൽ ഒരു നാൾ ഒരു പണ്ഡിതൻ വിദ്യാസമ്പന്നരുടെ യോഗത്തിൽ പങ്കെടുത്ത് തിരികെ തൻ്റെ ഗ്രാമത്തിലെത്തി. വീട്ടിലേക്ക് തിരിച്ചെത്താൻ അയാൾക്ക് ഒരു നദി കുറുകെ കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വളരെ പൊങ്ങച്ചം പറയുന്ന ആളായിരുന്നു പണ്ഡിതൻ. മാത്രമല്ല, മറ്റ് ഏതൊരു പണ്ഡിതനെപ്പോലെയും മുഖസ്തുതി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഈ സമയം ഒരു പാവപ്പെട്ട കടത്തുകാരൻ തൻ്റെ വഞ്ചിയുമായി എത്തുകയും പണ്ഡിതനെ വഞ്ചിയിൽ കയറ്റുകയും മറുകരയിലേക്ക് തുഴയുകയും ചെയ്തു. തൻ്റെ പാണ്ഡിത്യം കടത്തുകാരനെ ബോധ്യപ്പെടുത്തുവാനായി പണ്ഡിതൻ ശ്രമം തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വേദങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പാവം കടത്തുകാരൻ പറഞ്ഞു, ഇല്ല യജമാനനെ. ഇത് കേട്ട പണ്ഡിതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്കിൽ നിന്റെ ജീവിതത്തിന്റെ കാൽഭാഗം പാഴായി പോയി. വഞ്ചി നീങ്ങിക്കൊണ്ടേയിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പണ്ഡിതൻ തന്റെ ചോദ്യങ്ങൾ മാറ്റിപ്പിടിച്ചു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് മഴയുണ്ടാകാൻ കാരണമെന്തെന്ന് അറിയാമോ? കടത്തുകാരന് അത്യധികം ദേഷ്യം വന്നു. തന്റെ വികാരത്തെ ഒളിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇല്ല. ഇത് കേട്ട പണ്ഡിതന് ചിരി അടക്കാനായില്ല. അയാൾ പറഞ്ഞു, എങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗവും പാഴായിപ്പോയി. കടത്തുകാരന് വളരെ വിഷമമായി. തന്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ ചെന്ന് പഠിക്കാൻ ദാരിദ്ര്യം നിമിത്തം അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് വഞ്ചി നദിയുടെ മധ്യത്തിലെത്താറായി. വഞ്ചിയിലിരുന്ന പണ്ഡിതൻ പിന്നെയും കടത്തുകാരനോട് ചോദിച്ചു, ഞാൻ എളുപ്പമുള്ള ഒരു ചോദ്യം ചോദിക്കാൻ. ആകാശത്ത് നക്ഷത്രങ്ങളെ കാണാറില്ലേ? അവ എന്തുകൊണ്ടാണ് മിന്നുന്നത്? ഇല്ല, എനിക്കറിയില്ല, കടത്തുകാരൻ മറുപടി പറഞ്ഞു. ഒരു പുഞ്ചിരിയോടുകൂടി പണ്ഡിതൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്റെ ആകെ ജീവിതത്തിന്റെ മുക്കാലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പണ്ഡിതന്റെ വീണ്ടുവിചാരമില്ലാത്ത ചോദ്യങ്ങൾ അവന് അരോചകമായി മാറിയിരുന്നു. പണ്ഡിതന്റെ പാണ്ഡിത്യഗർവ് ഒന്ന് കുറയ്ക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്നാൽ പണ്ഡിതനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടുന്ന ഒരു മാർഗവും അവന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. തീരത്തേക്ക് അവൻ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് പൊടുന്നനെ ശക്തമായ കാറ്റും മഴയും വന്നത്. വഞ്ചി കാറ്റിൽപ്പെട്ട് ആടി ഉലയുവാൻ തുടങ്ങി. കാറ്റിന് ശക്തി കൂടിക്കൂടി വന്നു. ഒടുവിൽ വഞ്ചി മറിയും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ കടത്തുകാരൻ വിനയാന്വിതനായി പണ്ഡിതനോട് ചോദിച്ചു, അങ്ങേക്ക് നീന്തുവാൻ അറിയാമോ? പണ്ഡിതൻ പറഞ്ഞു, ഇല്ല, എനിക്ക് നീന്തുവാൻ അറിയില്ല. കുട്ടിക്കാലം തൊട്ടേ ഞാൻ മഹാഗ്രന്ഥങ്ങളുമായി ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇതുവരെയും എനിക്ക് നീന്തൽ പഠിക്കുവാൻ സമയം കിട്ടിയില്ല. അയാളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കടത്തുകാരൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങയുടെ മുഴുവൻ അറിവും ജീവിതവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് കടത്തുകാരൻ വഞ്ചിയിൽ നിന്ന് ജലത്തിലേക്ക് എടുത്തു ചാടി കരയിലേക്ക് നീന്താൻ തുടങ്ങി. ഇത് കണ്ട പണ്ഡിതൻ സഹായത്തിനു വേണ്ടി ഉറക്കെ നിലവിളിച്ചു. എന്നാൽ ജലത്തിന്റെ കുത്തൊഴുക്കിൽ അയാളെ രക്ഷപ്പെടുത്തുവാൻ ആരുമുണ്ടായിരുന്നില്ല. കടത്തുകാരൻ പറഞ്ഞതുപോലെ അയാളുടെ മുഴുവൻ ജീവിതവും പൊങ്ങച്ചവും ജലത്തിൽ നഷ്ടപ്പെട്ടു. അതെ, എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. നാം അറിയാത്ത കുറവുകൾ നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.